പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ചൊവ്വാഴ്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ഇരുസഭകളിലെയും കക്ഷി നേതാക്കളുടെ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ വാർത്തയുടെ ഉള്ളടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. നാളെ മുതൽ ഓഗസ്റ്റ് 12 വരെയാണ് വർഷകാല സമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം മറ്റന്നാൾ നടക്കുന്ന മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ് അവതരണമാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൊവ്വാഴ്ച ബജറ്റ് അവതരിപ്പിക്കും. തീർച്ചയായും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ എന്തെല്ലാം തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, കഴിഞ്ഞ 10 വർഷത്തിന്റെ ജനക്ഷേമ വികസന പദ്ധതികളുടെ തുടർച്ചയ്ക്കൊപ്പം തന്നെ മറ്റെന്തെല്ലാം പ്രധാനപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കഴിഞ്ഞ ഓരോ വർഷങ്ങളിലെയും ബജറ്റ് പരിശോധിക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് ജനക്ഷേമ വികസന പദ്ധതികളിലേക്ക് തുക മാറ്റിവെക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് കർഷക ഉന്നമനം, സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പദ്ധതികളൊപ്പം രാജ്യത്ത് സ്വയം പര്യാപ്തമാക്കുന്നതിന്, രാജ്യത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളിലേക്ക് തുക മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ബജറ്റ് അവതരണം ഉണ്ടാകാറുള്ളത്. അതിന് സമാനമായിട്ടുള്ള ബജറ്റ് അവതരണം, ഒപ്പം പുതിയ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ബജറ്റിൽ എന്നാണ് നോക്കിക്കാണുന്നത്. ഒപ്പം ഈ ഒരു സമ്മേളന കാലയളവിൽ, വർഷകാല സമ്മേളന കാലയളവിൽ പുതിയ 6 ബില്ലുകൾ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വ്യോമയാന നിയമത്തിന്റെ ഭേദഗതി ഉൾപ്പെടെ പുതിയ 6 ബില്ലുകൾ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം നീറ്റ് ചോദ്യപേപ്പറിലെ വിവാദങ്ങൾ, അത്തരത്തിലുള്ള പരീക്ഷകളിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ സമ്മേളനത്തിന് സമാനമായി ഈ ഒരു വർഷകാല സമ്മേളനത്തിലും പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസും ഒപ്പം പ്രതിപക്ഷ മുന്നണിയും ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സമ്മേളനത്തിന് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം, എല്ലാ കക്ഷി നേതാക്കളെയും വിളിച്ചു കൊടുത്തുകൊണ്ടുള്ള സർവകക്ഷി യോഗം സർക്കാർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനം 11 മണിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു.